ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കോവിഡ് മുക്തർക്കായി പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങൾ. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ഗ്രസിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. ആദ്യകാലങ്ങളിൽ കോവിഡിനോട് നാം കാണിച്ച ജാഗ്രതയിൽ കുറവുണ്ടായെന്ന് ജനങ്ങളുടെ സമീപനത്തിൽ വ്യക്തമാണ്. ഒരിക്കൽ കോവിഡ് വന്നാൽ പിന്നെ വരില്ല എന്നും കോവിഡ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ മാത്രമേ ബാധിക്കൂ എന്നുമുള്ള ധാരണയാണ് ജനം വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് ഒരിക്കൽ വരട്ടെ എന്ന മനോഭാവത്തിലേക്കും അവർ മാറിക്കഴിഞ്ഞു. എന്നാൽ കോവിഡ് ബാധിച്ചവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പും ആരും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ഓരോരുത്തരും ദിവസവും സമ്പർക്കം പുലർത്തുന്ന മാർക്കറ്റുകൾ, തൊഴിലിടങ്ങൾ, വാഹനങ്ങൾ, ആശുപത്രികൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ആർക്കും രോഗം പകരാൻ ഇടയായി. അതുകൊണ്ട് ഒരാളിൽ നിന്നും 2 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് സ്വയം സുരക്ഷിത വലയം തീർക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായി. ഇടപഴകുന്ന എല്ലാ സ്ഥലങ്ങളിലും ചുറ്റും 2 മീറ്റർ അകലം ഉറപ്പുവരുത്തണം. ഈ സുരക്ഷിത വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാസ്ക് ധരിച്ചും സോപ്പ്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ച് കൈകൾ അണുവിമുക്തമാക്കിയും വൈറസ് വ്യാപനത്തിന്റെ കണ്ണി പൊട്ടിക്കുന്നത് ശക്തമാക്കാനാവണം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധ കുറയുകയാണെങ്കിലും കേരളത്തിൽ സ്ഥിതി വിഭിന്നമാണ്. അതുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കാൻ നാം കൂടുതൽ ജാഗരൂകരാകണം. രോഗമുക്തരായവർക്ക് പോലും വീണ്ടും കോവിഡ് പിടിപെട്ട സംഭവങ്ങൾ ഉണ്ടെന്നും ഓർക്കണം. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ദ ചെയിൻ മാർഗരേഖകൾ പാലിക്കുന്നതിൽ തെല്ലും അലംഭാവമരുത്. മാസ്ക് ജീവിതത്തിന്റെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുന്നതും ശാരീരിക അകലം പാലിക്കുന്നതുമെല്ലാം നമ്മുടെ ശീലമായി മാറി. എന്നാൽ ഇത് പാലിക്കാത്ത ഒരു കൂട്ടരുണ്ട്. മൂക്കിന് താഴെ മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന അവർ രോഗം ക്ഷണിച്ചു വരുത്തുകയാണ്. കോവിഡ് വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ പോലെ തന്നെ സുപ്രധാനമാണ് കോവിഡ് മുക്തി നേടിയ ശേഷമുള്ള ജാഗ്രതയും. കോവിഡ് മുക്തരാകുന്നവരിൽ 10% ഏറെ പേർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുന്നു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ കോവിഡ് മുക്തരായവർക്കായി പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പോസ്റ്റ് കോവിഡ് കെയർ സിസ്റ്റവും ആരോഗ്യവകുപ്പ് രൂപീകരിക്കും. അതോടൊപ്പം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ടെലിമെഡിസിൻ സൗകര്യം ഇനിയും വിപുലപ്പെടും. നിസ്സാരമായി കരുതേണ്ട ഒരു രോഗമല്ല കോവിഡ്. ഹ്രസ്വകാലത്തേക്കുള്ള ഒരു പ്രതിരോധ ശേഷി മാത്രമേ വൈറസ് ഉണ്ടാക്കുന്നുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കോവിഡ് മുക്തരാകുന്ന പലരിലും രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. 10 മുതൽ 15% വരെ ആളുകൾക്ക് സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുന്നു എന്നാണ് നിരീക്ഷണം. 5% പേർ വീണ്ടും ഗുരുതരാവസ്ഥയിലാകുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കുന്നതിനിടെ രോഗബാധിതരായ നിരവധി ഡോക്ടർമാരും നമുക്കിടയിലുണ്ട്. കോവിഡ് മുക്തി നേടിയ ശേഷവും തന്നെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും IMA കേരള വുമൺ ഡോക്ടേഴ്സ് വിംഗ് ചെയർപേഴ്സണുമായ ഡോക്ടർ കവിത രവി വാർത്താ തരംഗിണിയോട്. പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അതിയായ ആശ്വാസം തോന്നുകയാണ്. കാരണം കോവിഡിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ ഭൂരിഭാഗം പേരിലും കോവിഡ് പോസിറ്റീവായി 2 ആഴ്ചത്തെ രോഗാവസ്ഥയ്ക്ക് ശേഷം ആന്റിജൻ നെഗറ്റീവ് ആകുന്നുണ്ട്. എന്നാൽ അതിനുശേഷവും പൂർണ്ണമായി രോഗമുക്തമാകുന്നില്ല. ചിലരിൽ 3 ആഴ്ചകൾക്ക് ശേഷവും മറ്റു ചിലരിൽ 3 മാസങ്ങൾക്ക് ശേഷവും കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതാണ്. വിട്ടുമാറാത്ത ക്ഷീണവും ശ്വാസം മുട്ടലും ഉറക്കക്കുറവുമായിരുന്നു ആദ്യത്തെ 1.5 മാസം എന്നെ അലട്ടിയ പ്രശ്നങ്ങൾ. കിടക്ക് വിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ക്ഷീണത്തിന് പുറമെ മണവും രുചിയും ഒക്കെ നഷ്ടപ്പെട്ടു. ഉറക്കം തീരെ ഇല്ലാതായി. അതോടൊപ്പം ആകെ കൺഫ്യൂസ്ഡ് ആയി. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറ്റാതെ എല്ലാത്തിനോടും മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ. 1.5 മാസത്തെ വിശ്രമത്തിന് ശേഷം ആരോഗ്യം തിരിച്ചു കിട്ടി എന്ന് ഞാൻ കരുതി. തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്വാസമുട്ടൽ തുടങ്ങി. അതോടൊപ്പം വലത് കാലിൽ വേദനയും നീരും. പരിശോധനകളിൽ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കി. കൂടാതെ ശ്വാസകോശത്തിലും കോവിഡിന്റെ തുടർ പ്രശ്നങ്ങൾ. അങ്ങനെ വീണ്ടും ചികിത്സയും വിശ്രമവും ഒക്കെയായി ഇപ്പോൾ ഭേദമായി വരുന്നു. എന്റെ പോലെ തന്നെ എനിക്കറിയാവുന്ന പലർക്കും ഇതുപോലെയുള്ള
പ്രശ്നങ്ങൾ തുടർച്ചയായോ രോഗമുക്തിക്ക് ശേഷമോ ഉണ്ടാകുന്നുണ്ട്. വിട്ടുമാറാത്ത ക്ഷീണം, ശ്വാസം മുട്ടൽ, ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഏകാഗ്രതയില്ലാതാകുക, ഓർമ്മക്കുറവ്, മറ്റു ചിലരിൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ, സന്ധിവേദന, ഇവയ്ക്കൊക്കെ പുറമെ മാനസിക പ്രശ്നങ്ങൾ എന്നിവയും കാണുന്നുണ്ട്. ചിലതൊക്കെ വിശ്രമം കൊണ്ട് മാറും. എന്നാൽ ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ഹൃദ്രോഗവും ഒക്കെ കാര്യമായി ചികിത്സിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ഇന്നത്തെ ഒരു അത്യാവശ്യം തന്നെയാണ്. കോവിഡ് രണ്ടാം വരവിന്റെ പാതയിലാണെന്നാണ് ഗവേഷകരുടെ പക്ഷം. പല രാജ്യങ്ങളിലും കോവിഡ് കുറഞ്ഞ ശേഷം വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവർ പ്രത്യേക പരിഗണന അർഹിക്കുന്നു. പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുടെ പ്രസക്തിയെക്കുറിച്ചും കോവിഡ് മുക്തിക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നൊരാൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വാർത്താ തരംഗിണിയോട് സംസാരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ അർജുൻ. ഇപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് കോവിഡ് രോഗം വന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പിന് വീണ്ടും അത്യാവശ്യം ചെല്ലേണ്ടതാണ്. എല്ലാ ഹോസ്പിറ്റൽസിലും മുതൽ, അതായത് മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽസ് തുടങ്ങി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും പ്രൈമറി ഹെൽത്ത് സെന്ററിലും വരെ ഇന്ന് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിന്റെ സേവനം ഇപ്പോൾ ലഭ്യമാണ്. ഒരു റുട്ടീനായിട്ട് ഒരു ഫോളോ അപ്പ് ഐഡിയലി ആവശ്യമാണ്. പക്ഷെ അത് പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അത്യാവശ്യം പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിൽ പോകേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. സിംറ്റംസ് മാറാണ്ടിരിക്കുക, പ്രത്യേകിച്ച് ചുമ, ക്ഷീണം, ശ്വാസമുട്ട, നെഞ്ചുവേദന, വീണ്ടും ഉണ്ടാകുന്ന പനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് ആണ്. ഇങ്ങനെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ അത്യാവശ്യം അടുത്തുള്ള പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറുടെ സേവനവും സഹായവും നേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കോവിഡ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീണ്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഡേ ബൈ ഡേ നല്ലവണ്ണം ആഹാരം കഴിക്കുക, ഹെൽത്തി ഡയറ്റ്, അതുപോലെ വീണ്ടും റെഗുലർ എക്സസൈസും മറ്റു കാര്യങ്ങളും ആരംഭിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഴയ രീതിയിലുള്ള എക്സസൈസ് പാറ്റേണിൽ വന്നെത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം. അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ഒരു ശീലം കൂടി ഇതിന്റെ കൂടെ ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ തുടക്കത്തിലെങ്കിലും കുറച്ചു നേരത്തേക്ക് പൾസ് ഓക്സിമീറ്റർ എന്ന ഉപകരണം, അതായത് ശരീരത്തിൽ ഓക്സിജന്റെ അളവും ഹൃദയമിടിപ്പും നോക്കുന്ന ഒരു ഉപകരണമാണ്. പൾസ് ഓക്സിമീറ്ററും കൂടെ ഉപയോഗിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ ഓക്സിജന്റെ അളവും ഹാർട്ട് റേറ്റും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്സിജന്റെ അളവ് കുറയുന്നത് പോലെ തോന്നുകയാണെങ്കിൽ അതും ഒരു മെഡിക്കൽ അറ്റൻഷൻ തേടേണ്ടതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ വാർണിംഗ് സൈൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ വാർണിംഗ് സൈൻസ് നമ്മൾ ശ്രദ്ധിച്ച് അതിനുള്ള പ്രാധാന്യം കൊടുത്താൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അതിന്റെ സഹായം കൂടി തേടാമെങ്കിൽ നമുക്ക് ഈ പോസ്റ്റ് കോവിഡ് ഫേസിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളും അതിനെക്കുറിച്ച് നമുക്ക് വളരെ അനായാസേന അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. കോവിഡ് കാലത്ത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ആധുനിക ചികിത്സാ സമ്പ്രദായമാണ് ടെലിമെഡിസിൻ. ആശുപത്രികളിൽ പോകാതെ വീടുകളിൽ നിന്നും ഡോക്ടർമാരുടെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താനാകും. ലോക്ഡൌൺ പരിമിതികൾ മൂലം വീടുകളിൽ കഴിയേണ്ടി വന്ന വയോജനങ്ങളും വീട്ടുനിരീക്ഷണത്തിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്കും വലിയൊരു കൈത്താങ്ങായിരുന്നു ടെലിമെഡിസിൻ. കോവിഡാനന്തര ചികിത്സയിലും ടെലിമെഡിസിൻ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് എറണാകുളം ടെലിമെഡിസിൻ കൺട്രോൾ റൂമിലെ ഡോക്ടർ സജിത് ജോൺ വാർത്താ തരംഗിണിയോട്. ഈ ടെലിമെഡിസിൻ എന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോവിഡിന്റെ എസിംപ്റ്റമാറ്റിക് പേഷ്യൻസിനെയും ഫോളോ അപ്പ് കേസസിനെയും NCD പേഷ്യൻസിനെയും വീട്ടിലിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻസും ശ്വാസമുട്ടൽ, ചുമ, മണമില്ലായ്മ, പനി എന്നുള്ള സിംറ്റംസോടെ വരുന്ന പേഷ്യൻസും ഉണ്ട്. ഇതിൽ എസിംപ്റ്റമാറ്റിക് പേഷ്യൻസിനെ പൂർണ്ണമായിട്ടും വീട്ടിലിരുത്തുവാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും അവർക്ക് വേണ്ട വൈദ്യസഹായം ഉറപ്പാക്കുവാനും നമുക്ക് ഈ ടെലിമെഡിസിൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സിംപ്റ്റമാറ്റിക് പേഷ്യൻസ് ആണെങ്കിലും ഈ സിംപ്റ്റമാറ്റിക് പേഷ്യൻസിനെ അവരുടെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിലോട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിലോട്ടോ അല്ലെങ്കിൽ കോവിഡ് ഹോസ്പിറ്റൽസിലോട്ടോ ടെർഷറി കെയറിലോട്ടോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് ടെലിമെഡിസിൻ വഴി സാധിച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു കാര്യം നമ്മുടെ NCD പേഷ്യൻസ് ആണ്, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പേഷ്യൻസ്. നമുക്കറിയാം പ്രായമേറിയ ധാരാളം ആൾക്കാർ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ് എന്നുള്ള ധാരാളം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. സാധാരണ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ഹോസ്പിറ്റലിൽ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലും വന്നിട്ട് അവർ ഡോക്ടറിനെ കണ്ട് മരുന്ന് അവരുടെ ചീട്ടിൽ രേഖപ്പെടുത്തി ഫാർമസിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കോവിഡിന്റെ കാലത്ത് ടെലിമെഡിസിൻ എന്ന സംവിധാനം നമ്മൾ ആരംഭിച്ചപ്പോൾ ഈ NCD പേഷ്യൻസിന് പൂർണ്ണമായിട്ടും നമ്മുടെ ആശാപ്രവർത്തകർ വഴിയും നമ്മുടെ JPHNs, JHI, HI അവർ വഴി നമുക്ക്
ഈ മെഡിസിൻസ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട്. അതുപോലെ ഫോളോ അപ്പ് കേസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം കോവിഡ് വന്ന് വീട്ടിലിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും കോവിഡ് കഴിഞ്ഞ് അവരുടെ നെഗറ്റീവായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന പേഷ്യൻസിനെയും ആഴ്ചയിൽ ഒരിക്കലും ഇവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും വേറെ സിംറ്റംസ് വന്നു പോസ്റ്റ് കോവിഡ് സിക്വലയിൽ ഏതെങ്കിലും സിംറ്റംസ് ഇവർക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയുവാനും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം ലഭ്യമാക്കാനും നമുക്ക് ടെലിമെഡിസിൻ സംവിധാനം വഴി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ക്വാറന്റൈനുള്ള പേഷ്യൻസ്, പ്രൈമറി കോണ്ടാക്ട് അല്ലെങ്കിൽ സെക്കൻഡറി കോണ്ടാക്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിനെയും നമുക്ക് വീട്ടിലിരുത്തുവാനും ഇവർക്ക് വേണ്ട വൈദ്യസഹായം ഉറപ്പുവരുത്താനും ടെലിമെഡിസിൻ എന്ന സംവിധാനത്തോടുകൂടി നമുക്ക് സാധിച്ചു. ഇനി ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണെങ്കിലും കോവിഡ് വന്ന് വീടുകളിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ ആണെങ്കിലും വളരെ കൃത്യമായി അവരെ നിരീക്ഷിക്കുവാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും ഈ ടെലിമെഡിസിൻ സംവിധാനം വഴി കഴിയും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ക്ലിനിക്കുകൾ തുടങ്ങാനാണ് സർക്കാർ നിർദ്ദേശം. നിശ്ചിത ദിവസങ്ങളിൽ ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവരെ താലൂക്ക്, ജില്ലാ, ജനറൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യും. ഇത്തരത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വയനാട് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. ജില്ലാ ആശുപത്രിയിലെ തന്നെ ശ്വാസകോശ രോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെസ്റ്റ് ക്ലിനിക്കിലാണ് ഇതിന്റെ പ്രവർത്തനം. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെയാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. കോവിഡ് വൈറസ് മുഖ്യമായും ശ്വാസകോശത്തെ ബാധിക്കുന്നതിനാലാണ് ആദ്യഘട്ട പരിശോധന ശ്വാസകോശ രോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ശരീരത്തിലെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതത് വിദഗ്ധ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇവിടെ നിന്നും രോഗികളെ റെഫർ ചെയ്യുകയും ചെയ്യും. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സ്തുത്യർഹമായ പങ്ക് വഹിച്ച ഒരു കൂട്ടരുണ്ട്, ആരോഗ്യ പ്രവർത്തകർ. സ്വന്തം ആരോഗ്യം നോക്കാതെ പരിശ്രമിച്ച അവരിൽ പലർക്കും കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നതും ദുഃഖസത്യം. അതിദുഷ്കരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ട പിന്തുണ നൽകുകയാണ് നമുക്ക് ചെയ്യാവുന്ന മഹത്തായ കാര്യം. കോവിഡ് നിരീക്ഷണത്തിലിരിക്കുന്നവരും കോവിഡ് മുക്തരായവരും കാട്ടുന്ന അലംഭാവം സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇതുപോലെയുള്ള അശ്രദ്ധകൾ മൂലം ആരോഗ്യ പ്രവർത്തകരും ബുദ്ധിമുട്ടുകയാണ്. ആരോഗ്യ പ്രവർത്തകയായ അമ്പിളിക്ക് പറയാനുള്ളത്, രോഗം വന്ന് ഭേദമായ ആൾ വീണ്ടും പോസിറ്റീവ് ആകാറുള്ള സാധ്യത ഉണ്ട്. അത് ഞങ്ങൾ ഫീൽഡ് തല പ്രവർത്തനം നടത്തുമ്പോൾ കാണാറുമുണ്ട്. അപ്പോൾ ഇത്തരം രോഗികൾ സമൂഹത്തിൽ രോഗവ്യാപനം ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു അസുഖം വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരാൾ കുറേ ദിവസമെങ്കിലും വളരെ ശ്രദ്ധാപൂർവം, അതായത് സ്വന്തം നിലയിലും അതോടൊപ്പം തന്റെ കൂടെയുള്ളവർക്ക് അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതലും വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ചും പ്രോപ്പർ ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും കൃത്യമായി ബോധവൽക്കരണങ്ങൾ നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നില്ല എന്നാണ് കണ്ടുവരുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇത്രയും സമ്പർക്കം മൂലമുള്ള രോഗവ്യാപനം കൂടി വരുന്നതിനും കാരണം. ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ഫീൽഡ് സ്റ്റാഫ്, അവർ വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഒട്ടും കേൾക്കാതെ അവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അതിനെ എതിർക്കുന്ന സമൂഹമാണ് കൂടുതലുള്ളത്. ഒരു ഫീൽഡ് സ്റ്റാഫ് എന്ന നിലയ്ക്ക് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, സെൽഫ് പ്രിക്കോഷൻസ്, സ്വയം ഉള്ള മുൻകരുതലുകൾ തന്നെയാണ് ഓരോ വ്യക്തിയും അവരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ഏറ്റെടുത്താൽ മാത്രമേ ഈ ഒരു വ്യാപനം തടയാൻ നമുക്കൊരു പരിധിവരെയെങ്കിലും സാധിക്കുകയുള്ളൂ. ലോകമെമ്പാടും കോവിഡ് പുതിയൊരു വെല്ലുവിളിയാണ്. ഒരിക്കൽ കോവിഡ് ബാധിച്ച് സുഖപ്പെട്ട ഒരാൾക്ക് വീണ്ടും രോഗസാധ്യതയുണ്ടോ? മറ്റ് പല രോഗങ്ങളെ പോലെ കോവിഡിന് ശേഷം രൂപപ്പെടുന്ന ആന്റിബോഡികൾ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമോ? ഈ സംശയങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല. എന്നാൽ പലപ്പോഴും കോവിഡ് രോഗം വരുന്ന മുമ്പ് ജനങ്ങൾ കാട്ടുന്ന ജാഗ്രത കോവിഡ് വന്നുപോയ ശേഷം അപ്രത്യക്ഷമാകുന്നു. ഇനി ഒരിക്കലും രോഗം വരില്ല എന്ന ചിന്ത ശ്രദ്ധക്കുറവിന് കാരണമാകുന്നു. ഭാവിയിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇത് വഴിയൊരുക്കാം. അതുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് കോവിഡ് എന്ന സർവ്വഭീഷണിയെ ലോകത്തു നിന്നും തുടച്ചു നീക്കി ഭാവി തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാക്കുകയാണ് വേണ്ടത്. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? വാർത്താ തരംഗിണി ഇവിടെ പൂർണ്ണമാകുന്നു.
ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ദേവിപ്രിയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.